അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രീ വർക്ക്സ് എങ്ങനെയായിരുന്നു എന്നറിയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. കാരണം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സീൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അതിൽ എങ്ങനെയൊക്കെ വരണം, ഇത് എങ്ങനെയൊക്കെ ട്രയൽ നിങ്ങൾ ചെയ്തോ ആർട്ടിസ്റ്റുകളുടെ പുറത്ത്, അതോ എങ്ങനെ ഡയറക്ട്ലി ചെയ്യുമായിരുന്നു? ഞങ്ങൾ ചെയ്തു. കാരണം ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് 1 month മുമ്പേ ഇതിന്റെ വർക്ക് തുടങ്ങിയായിരുന്നു. വർക്ക്ഷോപ്പിലെടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന്റെ തന്നെ ഈ ജഗദീഷ് ചേട്ടന്റെ കൈ തന്നെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ്. പുള്ളിയുടെ കൈ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ 1 മാസം മുമ്പേ തന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങി, അതിൻ്റെ വർക്ക് തുടങ്ങി. അതുപോലെ തന്നെ കബീർ സിംഗിന് ബോംബെയിൽ നിന്ന് ആളെ ഇങ്ങോട്ട് വരുത്തിച്ചു, കൊച്ചിയിൽ വരുത്തിച്ചു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരുത്തിച്ചു. ഒരു ദിവസം ഫുള്ള് പുള്ളിയുടെ ഹെഡ് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിടത്തേക്ക് ഫുൾ പുള്ളിയുടെ ഹെഡ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓരോ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ അനീഫിക്ക ഓൾമോസ്റ്റ് സെറ്റായി. അനീഫിക്ക അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കണ്ടപ്പോൾ തന്നെ ആള് ഹാപ്പിയായി. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങണതിൻ്റെ അന്നാണ് പുള്ളി അത്രയും കോൺഫിഡൻ്റ് ആയി. ഷൂട്ടിംഗ് തുടങ്ങണതിൻ്റെ അന്ന് ജഗദീഷ് ചേട്ടൻ്റെ കൈ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ബോക്സ് ഉണ്ടല്ലോ, സിനിമയിൽ കാണുന്ന ബോക്സ്, ആ ബോക്സിനകത്ത് തന്നെ കൈ വെച്ച് ആ കളർ ടോണും ബ്ലഡും ഉൾപ്പെടെയാണ് പുള്ളിയെ പ്രസൻറ്റ് ചെയ്യുന്നത്, പുള്ളിയെ കൊണ്ട് കാണിക്കുന്നത്. സാർ, ഞങ്ങൾ ജഗദീഷ് സാറിൻ്റെ കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷൂട്ട് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ മാർക്കോയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം തന്നെ ഞാൻ ഈ ബോക്സോടെ സാറിനെ കൊണ്ട് കാണിച്ചപ്പോൾ സാറ് ഞെട്ടി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ പുള്ളി കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ പുള്ളി ഉദ്ദേശിച്ചേക്കാളും ഭയങ്കര റിസൾട്ട് അതിന് കിട്ടി. അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ കിട്ടി. അല്ല, ഈ പ്രോസ്തെറ്റിക്സിന്റെ നമുക്ക് നേരിട്ട് കണ്ട് ഇൻ ഡീറ്റെയിൽ കുറച്ചുകൂടി ചോദിക്കാറുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് കൂടെ പോവാണെങ്കിൽ, ഇപ്പോൾ ഈ മാർക്ക് ഒരു കംപ്ലീറ്റ് മൂവി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ടെൻഷനും വർക്കാവും എന്നുള്ളതിൽ ഇതിന് വേണ്ടി അൻവറിന്റെ കൈ കട്ട് ചെയ്ത് മാറ്റുന്ന സീൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട്. കാരണം ആ മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ആ കട്ടിങ് മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ട് നമ്മൾ എക്സ്ട്രാ കൈ ഫിറ്റ് ചെയ്ത കൈയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്, മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പാളിച്ച് മെഷീൻ തിരിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ടൈമിങ് പറ്റുകയോ ഭയങ്കര ടെൻഷൻ പറയുന്നത്. കാരണം സ്ട്രെസ്സും കൂടെയാണ്. സ്ട്രെസ് ഓൾറെഡി അതിൻ്റെ ആ മെഷീനിൽ ലോക്കായാൽ തന്നെ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ സ്ട്രെസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രശാന്തിനെ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു. എന്നിട്ടാണ് ഓൾറെഡി ആ സ്കിന്നിൽ കട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒറ്റ ടേക്കിന് തന്നെ കഴിയും വേണം. കാരണം അത് കഴിഞ്ഞ് പിന്നെ വേറെ കൈയില്ല അതിൻ്റെ പുള്ളിയുടെ കൈ. നമ്മൾ റിഗേഴ്സിനൊക്കെ വേറെ ഡെമ്മി ചെയ്ത് നോക്കിയെങ്കിലും പക്ഷേ ഈ മെഷീൻ കൊണ്ട് ലൈവായിട്ട് കട്ട് ചെയ്യണമെന്നുള്ള സീൻ ഉണ്ടായി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും ഒരു എന്താ പറയുക, അത് വർക്കായില്ലെങ്കിൽ നമ്മൾ അത്രയും ചെയ്ത് വേസ്റ്റ് ആവും. പക്ഷെ അത് കട്ടായിപ്പോൾ സെൻസറിങ്ങിൽ കട്ടായപ്പോൾ വിഷമമായി, കാണാൻ പറ്റിയിട്ടില്ല. സെൻസറുകാരെ കുറ്റമിട്ട് കാര്യമില്ല, പ്രേക്ഷകരല്ലേ. അതെ, ഇപ്പൊ മാർക്കോ ബ്രൂട്ടൽ ആണെങ്കിൽ മാർക്കോ 2 അതിലും ബ്രൂട്ടൽ ആയിരിക്കും എന്നുള്ള ന്യൂസസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച ഒരാള് എന്നുള്ള നിലയിൽ 2ന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നല്ല പ്രതീക്ഷയാണ്. ഇതിനും മേലെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. ഇതിന് മേലെ തന്നെ ഇനി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഇതുമായിരിക്കില്ല, ഇതിന് മേലെ ആയിരിക്കാം. എന്തെങ്കിലും സൂചന ഒക്കെ കിട്ടി തുടങ്ങിയോ എന്ന് ചോദിക്കട്ടെ. അല്ല, ലാസ്റ്റ് നമ്മൾ സീനിൽ ഒരു കൈയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് ആരായിരിക്കും എന്നുള്ള ഒരു ചിന്തയാണല്ലേ? ഒന്നും അനൗൺസ് ആയിട്ടില്ല, എന്തായാലും ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു മാർക്കോ ജേണി എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്കറിയാം ഹനീഫ് അദേനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് ആണ് മൂവിയിലെ ഓരോ സീനിലും നമ്മൾ കാണുന്നത്. സോ നിങ്ങൾ ആസ് എ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്? അതെ, ഹനീഫ് സാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആളെ പറ്റി ഞാൻ കുറച്ച് കേട്ട ആള് ഭയങ്കര ദേഷ്യമാണ്, എല്ലാം ടെൻഷനാണ്, സംസാരിക്കുന്നത്. എനിക്ക് ടെൻഷനാണ്, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ആളെ പോലത്തെ ഒരു പാവം മനുഷ്യൻ, പെർഫ്യൂമിനെ സ്നേഹിക്കുന്ന ആളാണ്, ഭയങ്കര പെർഫ്യൂം. അപ്പൊ പുള്ളിക്ക് ആള് പറയുന്നത് എന്താണോ നമ്മൾ അതിന്റെ ഡബിൾ ഇരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വരെയും പടം ചെയ്തിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ചെറിയ പടങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാകും. പക്ഷേ ഇത്രയും വലിയൊരു പടം ചെയ്തിട്ട് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായില്ല. ഹനീഫ് സാർ ഭയങ്കര കൂളായിരുന്നു. ആള് പറയുന്നു, ഞങ്ങളത് അതേപോലെ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ചെറിയ കറക്ഷൻസ് പറയും, മാറ്റങ്ങൾ അങ്ങനെ സംഭവിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു സംഭവം ലാസ്റ്റ് ക്ലൈമാക്സിലുള്ളത്, അത് നമ്മൾ പ്ലാനിങ്ങേ ഇല്ലാത്ത സാധനം. ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഫേസിന്റെ പകുതി ഭാഗം ഇല്ലാതെ പ്ലാനിങ്ങേ ഇല്ലാത്ത സാധനം. ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് ജഗദീഷ് ചേട്ടൻ അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈവനിങ്ങിന് പോകണം. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാനത് മാക്സിമം ഒരു 1 hour ചെയ്ത സംഭവമാണ്. ആ കണ്ണിൻ്റെ ഫുൾ കവർ ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് അന്ന് അവിടെ എനിക്ക് ഭയങ്കര കയ്യടിയും. കാരണം അത്ര പെട്ടെന്ന് ചെയ്തു പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞു.
അത് അനീഷ് സാർ അന്ന് ലൊക്കേഷനിൽ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമാണ്. ഈ ബ്ലാസ്റ്റിന് 2 സമയത്തും അതായത് ഈ നമ്മുടെ അസ്ഥി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളൊക്കെ തെറിച്ച് വീഴുന്ന പോലത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഇൻപുട്സ് ഉണ്ട് എത്രത്തോളം എങ്ങനെയുണ്ട്? മറ്റേ കണ്ടെയ്നറിന്റെ അൻസംബോളിന്റെ ക്യാരക്ടറിൽ ഞങ്ങൾ തന്നെയാണ് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൈയും കാലും ഒന്ന് 10 കൈയും കാലും ഉണ്ട്. ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് കൈയും കാലൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അസിസ്റ്റന്റ് കണ്ടെയ്നറിനകത്ത് നിൽക്കുകയാണ്. പക്ഷെ ആക്ഷൻ പറയുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് അവിടെ നിന്ന് കൈയും കാലും വലിച്ചെറിയും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ നമ്മളെ പ്രശാന്ത് ഏട്ടന്റെ 1-2 ക്രിയേഷനും അതിലുണ്ട്. കൂടുതൽ നമ്മുടെ കൈയും കാലും തന്നെയാണ് അതിന്റെ അകത്തും തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഓക്കെ.